അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് പുറത്തുണ്ടായ വെടിവെപ്പിൽ 21-കാരനായ അക്രമി കൊല്ലപ്പെട്ടു. താൻ യേശുക്രിസ്തുവാണെന്ന് അവകാശപ്പെട്ടിരുന്ന നാസർ ബെസ്റ്റ് എന്ന യുവാവാണ് US രഹസ്യ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് വൈറ്റ് ഹൌസ് കോംപ്ലക്സിന് സമീപം നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. വൈറ്റ് ഹൌസിന്റെ സുരക്ഷാ ചെക്ക് പോസ്റ്റിന് സമീപം സംശയാസ്പദമായ രീതിയിൽ നടക്കുകയായിരുന്ന നാസർ ബെസ്റ്റ് പെട്ടെന്ന് കൈത്തോക്ക് പുറത്തെടുത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇതോടെ പ്രദേശത്ത് പരിഭ്രാന്തി പടരുകയും ഫെഡറൽ സുരക്ഷാ ഏജൻസികൾ ഉടനടി പ്രതികരിക്കുകയും ചെയ്തു. രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ വെടിവെപ്പിൽ അക്രമി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. വെടിവെപ്പിൽ വഴിയാത്രക്കാരനായ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇറാനുമായുള്ള സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിനുള്ളിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. വെടിവെപ്പിനെ തുടർന്ന് വൈറ്റ് ഹൌസ് 40 മിനിറ്റോളം പൂർണ്ണമായി അടച്ചിട്ടു. വാർത്താ സമ്മേളന ഹാളിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് സുരക്ഷാ ഉദ്യോഗസ്ഥർ നിലത്ത് കിടക്കുവാൻ ആവശ്യപ്പെടുകയും പിന്നീട് ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. കൊല്ലപ്പെട്ട നാസർ ബെസ്റ്റിന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. മുൻപും ഇയാൾ വൈറ്റ് ഹൌസിന് സമീപം വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താൻ ദൈവമാണെന്നും യേശുക്രിസ്തുവാണെന്നും അവകാശപ്പെട്ട് മുൻപ് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. വൈറ്റ് ഹൌസ് പരിസരത്ത് പ്രവേശിക്കരുതെന്ന് കോടതി ഇയാൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതുമാണ്. സോഷ്യൽ മീഡിയയിൽ താൻ ഒസാമ ബിൻ ലാദനാണെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു. സംഭവത്തെക്കുറിച്ച് FBI-യും രഹസ്യ പോലീസും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചതായി FBI ഡയറക്ടർ കാഷ് പട്ടേൽ അറിയിച്ചു.